പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 7ലെ ജിയോഗ്രഫി ചാപ്റ്റർ 3 പാർട്ട് 3 ആണ്. ഇതിൻ്റെ പാർട്ട് 1, 2 കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ ആ വീഡിയോ കാണുക, അതിനുശേഷം ഇത് കാണുക. അപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്ററിൻ്റെ പേരായിരുന്നു അവർ ചേഞ്ചിങ് എർത്ത്, ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവ മൂലം വിവിധ ലാൻഡ് ഫോംസും രൂപം ചെയ്യുന്നു എന്ന് നാം പറഞ്ഞിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ ലാൻഡ് ഫോംസ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് റിവേഴ്സ് കൊണ്ടിട്ടും പിന്നീട് സീ വേവ്സ് കൊണ്ടിട്ടും ഭൂമിയിൽ ഏതൊക്കെ തരത്തിലുള്ള ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നു എന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വർക്ക് ഓഫ് ഐസ് കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങളാണ് ഭൂമിയിൽ രൂപം കൊള്ളുന്നത്. നമുക്ക് ആരംഭിക്കാം. ഗ്ലേഷ്യേഴ്സ് ആർ റിവേഴ്സ് ഓഫ് ഐസ്. അപ്പോൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് ഐസിൻ്റെ റിവറാണ്, ഐസിൻ്റെ ഒരു പുഴയാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. വിച്ച് ടു ഇറോഡ് ദ ലാൻഡ്സ്കേപ്പ്. ഇത്തരത്തിലുള്ള ഗ്ലേഷ്യേഴ്സും ലാൻഡ്സ്കേപ്പിനെ ഇറോഡ് ചെയ്യുന്നുണ്ട്. ഇറോഡ് ചെയ്യുക, തേയ്മാനം വരുത്തുന്നുണ്ട്. ബൈ ബുൾഡോസിങ് സോയിൽ ആൻഡ് സ്റ്റോൺസ് ടു എക്സ്പോസ് ദ സോളിഡ് റോക്ക് ബിലോ. അപ്പോൾ മുകളിലുള്ള സോയിൽസും സ്റ്റോൺസ് എല്ലാം ബുൾഡോസ് ചെയ്യുക, അതായത് അടിച്ചു പരത്തി അല്ലെങ്കിൽ ഇടിച്ചു താഴ്ത്തി ഇറോഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇറോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള സോളിഡ് റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗ്ലേഷ്യേഴ്സ് കാർവ് ഔട്ട് ഡീപ്പ് ഹോളോസ് ദെയർ. ഈ സോളിഡ് റോക്സിൽ ഗ്ലേഷ്യേഴ്സ് എന്ത് ഫോം ചെയ്യുന്നു? കാർവ് ഔട്ട് ഡീപ്പ് ഹോളോസ്, വലിയ ആഴത്തിലുള്ള ദ്വാരങ്ങൾ, ഹോളോസ് ഉണ്ടാക്കുന്നു. ആസ് ദ ഐസ് മെൽറ്റ്. ഇനി ഐസ് മെൽറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദേ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ദ വാട്ടർ. അപ്പോൾ ഇങ്ങനെ നേരത്തെ ഇറോഡ് ചെയ്ത് കാർവ് ചെയ്തെടുത്ത് ഡീപ്പ് ഹോളോസ് സോളിഡ് റോക്കിൽ ആര് ഫോം ചെയ്യുന്നു? ഗ്ലേഷ്യേഴ്സ് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ ഗ്ലേഷ്യേഴ്സിലെ ഐസ് മെൽറ്റ് ആകുമ്പോൾ ആ ഹോളോസ് ഫിൽഡ് അപ്പ് വിത്ത് വാട്ടർ, വെള്ളം വന്ന് നിറയുന്നു. അങ്ങനെ അതൊരു ബ്യൂട്ടിഫുൾ ലേക്കായി ഫോം ചെയ്യുന്നു. അപ്പോൾ മൗണ്ടെയിൻസിൽ ബ്യൂട്ടിഫുൾ ലേക്ക് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒന്നുകൂടെ പറയാം. അപ്പോൾ ഈ ഗ്ലേഷ്യേഴ്സ് ഈ സോയിൽസും സ്റ്റോൺസ് എല്ലാം ഇറോഡ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള സോളിഡ് റോക്ക്, ആ സോളിഡ് റോക്കിനെ കാർവ് ഔട്ട് ചെയ്ത് ഹോളോസ്, ദ്വാരങ്ങൾ അല്ലെങ്കിൽ ആഴത്തിലുള്ള കുഴികൾ രൂപം കൊള്ളുന്നു. പിന്നീട് ഈ ഗ്ലേഷ്യേഴ്സിലുള്ള ഐസ് മെൽറ്റായി അതിൽ വെള്ളം നിറയുന്നു. അങ്ങനെ ബ്യൂട്ടിഫുൾ ലേക്സ് ഫോം ചെയ്യുന്നു. ദ മെറ്റീരിയൽ ക്യാരിഡ് ബൈ ദ ഗ്ലേഷ്യേഴ്സ് സച്ച് ആസ് റോക്സ് ബിഗ് ആൻഡ് സ്മോൾ, സാൻഡ് ആൻഡ് സിൽറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. ഇനി ഈ ഗ്ലേഷ്യേഴ്സ് എപ്പോഴും മൂവ്മെൻറ്റിലായിരിക്കും. അതിനാൽ തന്നെ ഈ ഇറോഡ് ചെയ്ത മെറ്റീരിയൽസ് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇവ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? വലുതും ചെറുതുമായ റോക്സ്, സാൻഡ്, സിൽറ്റ് എന്നിവ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ഡെപ്പോസിറ്റുകളാണ് ഗ്ലേഷ്യൽ മൊറൈനേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്ലേഷ്യൽ മൊറൈനേഴ്സ്, ദെൻ ബ്യൂട്ടിഫുൾ ലേക്സ് ഫോംഡ് ബൈ ദി ഗ്ലേഷ്യേഴ്സ്. ഈ ഒരു ഗ്ലേഷ്യറിൻ്റെ ഫിഗറാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി വർക്ക് ഓഫ് എ വിൻഡ്. കാറ്റുകൊണ്ട് നമുക്ക് ഏതെല്ലാം ലാൻഡ് ഫോംസ് ഭൂമിയിൽ ഉണ്ടാകുന്നു എന്ന് നോക്കാം. An active agent of erosion and deposition in the deserts is wind. മരുഭൂമിയിലെ ഇറോഷൻ്റെയും ഡെപ്പോസിഷൻ്റെയും ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വിൻഡാണ്, കാറ്റാണ്. ഇൻ ഡെസേർട്സ് യു ക്യാൻ സീ റോക്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എ മഷ്റൂം, കോമൺലി കോൾഡ് മഷ്റൂം റോക്സ്. അപ്പോൾ നമുക്ക് ഡെസേർട്ടിൽ എന്ത് തരത്തിലുള്ള ഒരു റോക്ക് കാണാൻ സാധിക്കും? മഷ്റൂമിൻ്റെ ഷേപ്പിലുള്ള റോക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. വിൻസ് ഇറോഡ് ദ ലോവർ സെക്ഷൻ ഓഫ് ദ റോക്ക് മോർ ദാൻ ദ അപ്പർ പാർട്ട്. ഇനി എങ്ങനെയാണ് ഈ മഷ്റൂം റോക്സ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ വിൻഡ് വരുമ്പോൾ അവ ഒരു റോക്കിൻ്റെ ലോവർ ഭാഗത്തെ, ലോവർ പോർഷനെ മാത്രം ഇറോഡ് ചെയ്തെടുക്കുകയും കാർന്നെടുക്കുകയും മുകൾ ഭാഗത്തെ കാർന്നെടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു റോക്കിൻ്റെ മുകൾ ഭാഗം അതുപോലെ തന്നെ നിൽക്കുകയും താഴത്തെ ഭാഗം ഇറോഡ് ചെയ്ത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അതൊരു കൂണിൻ്റെ ഷേപ്പിലേക്ക്, ഒരു മഷ്റൂമിൻ്റെ ഷേപ്പിലേക്ക് മാറുന്നു. ദെർഫോർ സച്ച് റോക്സ് ഹാവ് നാരോ ബേസ് ആൻഡ് വൈഡർ ടോപ്പ്. അതിനാൽ തന്നെ ഇവയുടെ ബോട്ടം ഭാഗം അല്ലെങ്കിൽ ബേസ് ഭാഗം വളരെ കട്ടി കുറഞ്ഞതും മുകൾ ഭാഗം വീതി കൂടിയതും കട്ടി കൂടിയതുമാകുന്നു. അങ്ങനെയാണ് ഒരു മഷ്റൂമിൻ്റെ ഷേപ്പ് ഇതിന് രൂപം കൊള്ളുന്നത്. അതിനാലാണ് ഇവ മഷ്റൂം റോക്സ് എന്ന് അറിയപ്പെടുന്നത്.
ഇനി when the wind blows it lift and transport sand from one place to another. ഇനി കാറ്റ് നല്ല രീതിയിൽ വീശുമ്പോൾ മരുഭൂമിയിൽ ധാരാളം മണലുകളുണ്ട്. ഈ മണലുകൾ ഒരു സ്ഥലത്ത് നിന്നും ഉയർത്തപ്പെടുകയും പിന്നീട് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റു സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. when it stops blowing the sand falls and get deposited in low hill like structures. ഇനി ഈ കാറ്റ് നിന്ന് കഴിയുമ്പോൾ ഇവ ട്രാൻസ്പോർട്ട് ചെയ്ത മണലുകൾ അല്ലെങ്കിൽ സാൻഡ് മറ്റെവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് അതൊരു ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഹിൽ ലൈക്ക് സ്ട്രക്ചറായി മാറുന്നു. അതിനെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണാം, നമ്മൾ ധാരാളം സിനിമകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, മരുഭൂമി കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനെയാണ് എന്തു പറയുന്നത്? സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റ് നല്ല രീതിയിൽ വീശുമ്പോൾ ഈ മണലെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് ഉയർത്തപ്പെടുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും പിന്നീട് ഈ കാറ്റ് നിൽക്കുമ്പോൾ അത് ആ സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതൊരു സാൻഡ് ഡ്യൂണായി മാറുന്നു. ലോ ഹിൽ ലൈക്ക് സ്ട്രക്ചർ, ഒരു ചെറിയ മലയുടെ ഷേപ്പിലേക്ക് മാറുന്നു. ഫിഗറിൽ കാണാം, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. when the grains of sands are very fine and light, the wind can carry it long വെരി ഡിസ്റ്റൻസസ്. ഇനി നമ്മൾ ഈ ഉയർത്തപ്പെടുന്ന ഗ്രെയിൻ ഓഫ് സാൻഡ്, അതായത് മണൽ തരികൾ വളരെ ചെറുതും കട്ടി കുറഞ്ഞതുമാണെങ്കിൽ ഈ കാറ്റിന് ഇവയെ വളരെ ദൂരം കൊണ്ടുപോകാൻ സാധിക്കും. വെൻ സച്ച് സാൻഡ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ലാർജ് ഏരിയാസ്, ഇങ്ങനെ കുറേ നേരം കാറ്റിൻ്റെ ഒപ്പം ഈ മണൽ തരികൾ സഞ്ചരിച്ച് വളരെ ദൂര പ്രദേശങ്ങളിൽ ഇവ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ലോയസ് എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ലോയസ് വെൻ സച്ച് ലാൻഡ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ലാർജ് areas, when such sand is deposited in large areas, it is called loess. Large deposits of loess is found in China. ചൈനയിലാണ് ധാരാളം ഇത്തരത്തിലുള്ള ലോയസുകൾ കാണപ്പെടുന്നത്. അപ്പോൾ വർക്ക് ഓഫ് വിൻഡ് വഴി ഫോം ചെയ്യുന്നതാണ് മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്, പിന്നെ ലോയസ്. പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാട്ടർഫോൾസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ there are thousands of small waterfalls in the world. ആയിരക്കണക്കിന് വാട്ടർഫോൾസ് ഈ ലോകത്തുണ്ട്. The highest waterfall is Angel Falls of Venezuela in South America. ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽ ഫോൾസ് എന്നറിയപ്പെടുന്നത്. സൗത്ത് അമേരിക്കയിലെ വെനസ്വേല രാജ്യത്താണ് ഇത് കാണപ്പെടുന്നത്. The other main waterfalls are Niagara Falls located on the border between Canada and USA in North America. മറ്റൊരു ലോകത്തിലെ വലിയ വെള്ളച്ചാട്ടമാണ് നയാഗ്ര വാട്ടർഫോൾസ്. അത് കാണപ്പെടുന്നത് കാനഡ, USA രാജ്യങ്ങളുടെ ബോർഡറിലാണ്, നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ്. പിന്നീട് ഒരു പ്രധാനപ്പെട്ട വാട്ടർഫോളാണ് വിക്ടോറിയ ഫോൾസ് ഓൺ ദ ബോർഡേഴ്സ് ഓഫ് സാംബിയ ആൻഡ് സിംബാബ്വെ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ സാംബിയ, സിംബാബ്വെയുടെ ബോർഡറിൽ കാണപ്പെടുന്ന വാട്ടർഫോളാണ് വിക്ടോറിയ വാട്ടർഫോൾ. അപ്പോൾ പ്രധാനമായും ഏറ്റവും ഹയസ്റ്റ് ആണ് ഏഞ്ചൽ ഫോൾസ് ഓഫ് വെനസ്വേല ഇൻ സൗത്ത് അമേരിക്ക. ഇനി ലാർജസ്റ്റ് നയാഗ്ര waterfalls situated in the border between Canada and USA in North America, and Victoria Falls on the border of Zimbabwe and Zambia in Africa. അപ്പോൾ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം മുതൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊന്ന് സമ്മറൈസ് ചെയ്യാം. ഹെഡിങ്സ് നോക്കാം. എർത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ്സ് ആണുള്ളത്. എൻഡോജെനിക് ഫോഴ്സസും എക്സോജെനിക് ഫോഴ്സസും. എൻഡോജെനിക് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അകത്ത് നടക്കുന്നതാണ്. എക്സോജെനിക് ഭൂമിയുടെ പുറത്ത് നടക്കുന്നതാണ്. ഈ എൻഡോജെനിക്കിൽ സഡൻ മൂവ്മെൻറ്റും ഉണ്ട്, സഡൻ ഫോഴ്സസ് ഉണ്ട്, സ്ലോ ഫോഴ്സസ് ഉണ്ട്. സ്ലോവിനെയാണ് ഡയസ്ട്രോപ്പിക് ഫോഴ്സസ് എന്നും പറയുന്നത്. അപ്പോൾ സഡൻ ഫോഴ്സസിന് എക്സാമ്പിളാണ് എർത്ത് ക്വക്ക്, വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ്സ് എന്നിവ. മറ്റേ ഡയസ്ട്രോപ്പിക്കിന് എക്സാമ്പിളാണ് ബിൽഡിംഗ് മൗണ്ടെയ്ൻസ്. മൗണ്ടെയ്ൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടിട്ടാണ്. പക്ഷേ അവ വളരെ പതിയെ ഉള്ള പ്രോസസ്സാണ്. എന്നാൽ ഈ എർത്ത് ക്വക്ക്, വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ്സ് എല്ലാം എന്താണ്? സഡൻ ഫോഴ്സസ് ആണ്. അവ പെട്ടെന്നായിരിക്കും ഉണ്ടാകുന്നത്. ഇനി എക്സോജെനിക് ഫോഴ്സസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇറോഷനും ഡെപ്പോസിഷനും കൊണ്ടിട്ടാണ് വിവിധ ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് അത്തരത്തിൽ ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു വാട്ടർ ഫോൾസ്, അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ, ബീച്ചസ്, ഇന്ന് പഠിച്ചത് മഷ്റൂം റോക്സ് എക്സെട്ര, ധാരാളം പറഞ്ഞു.
പറഞ്ഞു. ഇതെല്ലാം ഫോം ചെയ്യുന്ന ഏജൻസിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ വർക്ക് ഓഫ് എ റിവർ, വർക്ക് ഓഫ് വിൻഡ്, വർക്ക് ഓഫ് സീ വേവ്സ്, വർക്ക് ഓഫ് ഗ്ലേഷ്യേഴ്സ്, ഈ 4 ഏജൻസിൻ്റെ വർക്കുകൾ മൂലം ഭൂമിയിൽ ധാരാളം ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നുണ്ട്. അതും പഠിച്ചു. അപ്പോൾ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.